പോയ കാലത്തെ സിനിമാക്കാർക്ക് ഏറെ പരിചയമുള്ള ഒരു കലാകാരൻ. സിനിമയ്ക്കായി ഒത്തിരി വിയർപ്പൊഴുക്കിയിട്ടും ഒരു പുരുഷായുസിന്റെ ഏറിയ പങ്കും സിനിമയ്ക്കായി സമർപ്പിച്ചിട്ടും പേരോ പ്രശസ്തിയോ നേടാനാകാതെ പോയ ഒരു ചലച്ചിത്രകാരനാണ് ഇദ്ദേഹം. സ്റ്റാൻലി ജോസ് എന്ന ഈ സംവിധായകൻ സിനിമയ്ക്ക് പുറത്ത് അറിയപ്പെടാതെ പോയ ഒരു സിനിമാക്കാരനാണ്. വളരെ ചെറുപ്പം മുതലേ സിനിമയോട് താല്പര്യം ഉണ്ടായിരുന്നു, ഒരു ജന്മസിദ്ധമായ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഉദയ സ്റ്റുഡിയോ ബേസ് ചെയ്യാതെ തന്നെ ഉദയ സ്റ്റുഡിയോയിലാണ് പോയി ആദ്യമായിട്ട് ഷൂട്ടിംഗ് കാണുന്നത്. എങ്കിലും എനിക്ക് അതിന് മുൻപേ തന്നെ ഇത് പഠിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പോകാനൊക്കെ ഇങ്ങനെ പ്ലാനിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു ഡിഗ്രി എടുത്തിട്ട് പോകാം. കാര്യം അന്നത്തെ കാലത്ത് ഡിഗ്രി എടുക്കുന്നതാണ് വലിയ കാര്യമായിട്ടൊക്കെ വിചാരിച്ചതെന്ന് മനസ്സിലായി. അന്ന് ഈ സംവിധായകർ തന്നെ സേതുമാധവൻ BSc, ശശികുമാർ BA എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരുടെ പേരിൻ്റെ കൂടെ ഡിഗ്രി ഇട്ടിരുന്നു. എനിക്കും ആദ്യമൊക്കെ മെരിലാൻഡിലൊക്കെ എൻ്റെ പേരിൻ്റെ കൂടെ സ്റ്റാൻലി ജോസ് BSc എന്ന് എഴുതിയിരുന്നു. അപ്പം അന്നതൊരു വലിയൊരു കാര്യമായിരുന്നു. അപ്പോൾ പിന്നെ അസത്ത് അങ്ങനെ ഞാൻ ഇത് കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ എടുത്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടുത്തെ വീട്ടിലെ അന്തരീക്ഷമൊക്കെ പൂനാശ്വരത്തിൽ പോകാൻ പറ്റാത്ത വിധത്തിലായി. അങ്ങനെ ഞാൻ പിന്നെ അപ്പോൾ അവിടെ ഉദയ സ്റ്റുഡിയോയിൽ ഡയറക്ടർ വിമൽ കുമാർ ബോംബെ നിന്ന് വന്ന് അവിടെ അസോസിയേറ്റായിട്ട് വിമൽ കുമാറും ശശികുമാറും അവർ ഉമ്മ ഷൂട്ടിംഗ് നടക്കുന്നു. അപ്പം അങ്ങനെ അന്നത്തെ പ്രൊഡക്ഷൻ അവിടുത്തെ സ്റ്റുഡിയോ മാനേജറായിട്ടുള്ള പരിചയം വെച്ചിട്ട് ഒരു ദിവസം പോയി ഷൂട്ടിംഗ് കാണാനൊക്കെ എത്തു. അങ്ങനെ ഇപ്പോൾ ഉമ്മർ അവർ എല്ലാവരുമായിട്ടൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഈ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ഡയറക്ടർ വിമൽ കുമാറിൻ്റെ അടുത്ത് ഞാൻ പോയി ദക്ഷിണൊക്കെ വെച്ചു. അവിടെ നിന്ന് ഈ ഡയറക്ഷനെ പറ്റിയുള്ള നോട്ട്സ് ഇങ്ങനെ തരാൻ തുടങ്ങി, കുറേയധികം അത് തരാൻ തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ തിരക്കഥ എഴുതാനും വലിയ നോവലൊക്കെ തന്നിട്ടൊക്കെ ഒരാഴ്ചക്കുള്ളിൽ അത് തിരക്കഥ എഴുതി കൊണ്ടുവരണം, മനസ്സിലായി. അങ്ങനെ ഞാൻ വളരെ ഹാർഡ് വർക്ക് ചെയ്താണ് ഇതിങ്ങനെ പഠിച്ചത്. എന്നും എപ്പോഴും സിനിമാ സ്വപ്നങ്ങളിൽ അഭിരമിച്ചിരുന്ന മനസ്സായിരുന്നു ഇദ്ദേഹത്തിൻ്റേത്. ജീവിതവൃത്തിക്കായി പല ജോലികൾ ചെയ്തിരുന്നപ്പോഴും സിനിമയെ അടുത്തറിയാനുള്ള പരിശ്രമങ്ങൾ തുടരുക തന്നെയായിരുന്നു ഇദ്ദേഹം. സ്ഥിര വരുമാനമുള്ള സർക്കാർ ജോലി ഉപേക്ഷിച്ചാണ് സ്റ്റാൻലി ജോസ് സിനിമാക്കാരുടെ താവളമായ മദ്രാസിലേക്ക് വണ്ടി കയറുന്നത്. മദ്രാസിൽ പോയി മദ്രാസിലവിടെ ഒരു ബാങ്കിൽ ക്യാഷ്യറായിട്ട് ജോലി കയറിയിട്ട് ആ ബാങ്ക് ഉടമസ്ഥൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റോട് കൂടി ഉച്ച കഴിയുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും പോയി ഡയറക്ടർമാരെ കാണാനും ഒക്കെ എല്ലാം പോകാം. അപ്പോൾ ഇനി ബാങ്ക് മാനേജർ തന്നെ എൻ്റെ കൂടെ വരുമായിരുന്നു, മനസ്സിലായി. എൻ്റെ പ്രൊപ്പറേറ്റർ അറിഞ്ഞിട്ടാണ് അതെല്ലാം. അപ്പോൾ അങ്ങനെ പോയി അവിടെ ഒരുപാട് ഡയറക്ടേഴ്സിനെ കണ്ടു. അപ്പോൾ അതിനൊക്കെ സൂരി എന്നും പറഞ്ഞൊരു വലിയൊരു എഡിറ്ററാണ് എന്നെ കൊണ്ടുവന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തിയത്. പക്ഷേ അവരെല്ലാവരും എന്നെ നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു, പഠിച്ചവർ സിനിമാ ഫീൽഡിലോട്ട് വരണ്ട. നമ്മുടെ ഡയറക്ടർ സേതുമാധവനെ ചെന്ന് കണ്ടപ്പോൾ കണ്ണും കരടും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നിപ്പോൾ അന്ന് ഈ കമലഹാസൻ 12 വയസ്സുള്ളൊരു കുട്ടിയായിട്ടൊക്കെ അവിടെ ഓടി നടക്കണം ഇങ്ങനെ. അപ്പോൾ പറഞ്ഞ് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഇപ്പോൾ 200 രൂപ ശമ്പളം മേടിക്കുന്നു. അപ്പോൾ എനിക്ക് ബാങ്കിൽ 300 രൂപ ശമ്പളമുണ്ട്. അപ്പം അന്ന് ആ എമൗണ്ട് തന്നെ അപ്പോൾ ആ എമൗണ്ട് തന്നെ അന്നൊരു ഡയറക്ടർക്ക് കിട്ടുന്നില്ല. അപ്പോൾ മനസ്സിലായി. ഞാൻ PSC ടെസ്റ്റ് എഴുതി അമ്പലവയലിൽ ഇതേ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടി. അവിടെ ഒരു 3 മാസം അത് കഴിഞ്ഞ്. അപ്പോൾ ശശികുമാർ അന്ന് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് ഡയറക്ടർ ശശികുമാറേ. അപ്പം അങ്ങനെ ഇവിടെ എപ്പോഴും വരും, എൻ്റെ ഫാദറിനെ കാണാൻ വരും. വന്നപ്പോൾ ഇവിടെ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പോരുകയാണ്, ഞാൻ മദ്രാസിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ പോയി P. സുബ്രഹ്മണ്യത്തിനെ കണ്ടു. അദ്ദേഹം അടുത്ത മാസം ചെല്ലാൻ പറഞ്ഞ് അതുമുതൽ ഞാൻ അവിടെ സ്ഥിരം അസോസിയേറ്റ് ഡയറക്ടറായി. സിനിമയുടെ നാനാർത്ഥങ്ങൾ പഠിച്ച് ഒരു നല്ല ടെക്നീഷ്യനായി വളരുകയായിരുന്നു സ്റ്റാൻലി ജോസ്. സ്വതന്ത്ര ചുമതലയുണ്ടായിരുന്നില്ലെങ്കിലും അക്കാലത്ത് മെരിലാൻഡ് സിനിമകളിൽ ഒരു സംവിധായകന്റേതായ സംഭാവനകൾ ഇദ്ദേഹത്തിൻ്റെതായി ഉണ്ടായിരുന്നു. തുടർന്ന് ഉദയ സ്റ്റുഡിയോയിലെത്തിയ സ്റ്റാൻലി ജോസ് ഉദയ ചിത്രങ്ങളുടെ നെടുനായകത്വം വഹിച്ചിരുന്നു. ഞാൻ സാമ്പത്തികത്താൽ പ്രധാനമായിട്ട് എനിക്ക് ഈ ജോലിയിലുള്ള എക്സ്പീരിയൻസ് വേണമായിരുന്നു. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള ആവശ്യം. ഇപ്പം മെരിലാൻഡിൽ എന്ന് വെച്ചാൽ അദ്ദേഹം ശരിക്കൊരു ഹോളിവുഡ് ടെക്നീഷ്യനായിരുന്നു, മെരിലാൻഡ് സുബ്രഹ്മണ്യം. ഇതാണ് ഞങ്ങളെ എല്ലാവരും സഹായിച്ചത്. ഞാൻ ശശികുമാർ, M. കൃഷ്ണൻ നായർ, പിന്നെ M. കൃഷ്ണൻ നായരുടെ ശിഷ്യന്മാരാണ് ഹരിഹരനും വിശ്വംഭരനും ഒക്കെ. അങ്ങനെ ആ ഒരു സ്കൂളാണ് ഈ മലയാള സിനിമയിൽ ഈ സാങ്കേതിക വശം നിലനിർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഉദയായാലും ഇപ്പോൾ ഞാൻ അല്ലെങ്കിൽ തന്നെ രഘുവാണെങ്കിലും ആ ഒരു മെത്തേഡ് ഹോളിവുഡ് ടെക്നിക്കാണ് ഞങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അത് കാരണം പടങ്ങൾ വിജയിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ മെരിലാൻഡിൽ എനിക്ക്
അതിനുള്ള ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. കാര്യം അവിടെ എൻ്റെ കഴിവുകൾ അദ്ദേഹം മനസ്സിലാക്കി എന്നെ അംഗീകരിച്ചാണ്. ഞാൻ ആവശ്യപ്പെട്ട അനുസരിച്ച് തന്നെ ചില സിനിമയിൽ 10-30 സീനൊക്കെ രണ്ടാമത് ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അസോസിയേറ്റായ എൻ്റെ അഭിപ്രായം അംഗീകരിച്ചു. പക്ഷേ ഇത് ഞാൻ പറഞ്ഞിട്ടാണെന്ന് നാട്ടുകാരറിയുന്നില്ല, പ്രേക്ഷകർ. പടം നന്നാകുമ്പോൾ അദ്ദേഹത്തിനുള്ള പേര് കിട്ടുന്നത്. അങ്ങനെ അങ്ങനെ തന്നെ അംഗീകരിച്ചിരുന്നു. മറ്റു സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുള്ള അംഗീകാരങ്ങൾ കിട്ടിയിരുന്നില്ല. നമ്മൾ പറഞ്ഞാൽ തന്നെ അവർക്കതൊക്കെ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയൊക്കെ തോന്നുമായിരുന്നു. അവിടെ അങ്ങനെ ഒരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു അവിടെ.